എന്തുകൊണ്ടാ നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിലെ വലിയ മാറ്റങ്ങളൊന്നും വരാത്തത്? ഇന്ത്യൻ മധ്യവർഗം, അതായത് നമ്മളെപ്പോലെയുള്ളവർ നേരിടുന്ന ചില കാണാമറയത്തുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങളുണ്ട്. അതിനെക്കുറിച്ചും അതിൽ നിന്ന് കരകയറാനൊരു വഴിയുണ്ടോ എന്നും നമുക്കൊന്ന് നോക്കാം. ശരി, തുടങ്ങാം. ഈ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ. ഇത് വെള്ളിക്കൊലുസൊക്കെ ഉണ്ടാക്കി ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണ്. ഒന്നാലോചിച്ചു നോക്കിയേ, വെള്ളിയുടെ വില പെട്ടെന്നൊരു ദിവസം കിലോയ്ക്ക് 3 ലക്ഷം രൂപയായി. പിന്നെ ആരാണ് കൊലുസ് വാങ്ങാൻ വരുന്നത്? ആരും വന്നില്ല. അതോടെ ആ കുടുംബത്തിന്റെ വരുമാനം ഒറ്റയടിക്ക് നിന്നു. ഇതൊരു ചെറിയ കാര്യമല്ല, കാരണം ഇതാ കുടുംബത്തിന്റെ മാത്രം കഥയല്ല. നമ്മളിൽ പലരും നേരിടുന്ന ഒരു വലിയ ചിത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത്. നമ്മളൊക്കെ അറിയാതെ തന്നെ നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന ചില വലിയ സാമ്പത്തിക സമ്മർദ്ദങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെയൊക്കെ ഈ ജീവിത ഓട്ടത്തിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന 5 കാര്യങ്ങളുണ്ട്. ഒരു 5 നിശബ്ദ സമ്മർദ്ദങ്ങൾ. ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ അത് നമ്മളെ ഒരു വലിയ കെണിയിലാക്കുകയാണ്. അപ്പോ എന്താണ് ഇതിലെ ആദ്യത്തെ പ്രശ്നം? ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു വിരോധാഭാസം. നമ്മൾ കൂടുതൽ പഠിക്കുന്തോറും ജോലി കിട്ടാനുള്ള സാധ്യത കുറയുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നില്ലേ? ഈ കണക്കുകളൊന്ന് നോക്കി, ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഡിഗ്രിയൊക്കെ എടുത്തവരുടെ കൂട്ടത്തിൽ തൊഴിലില്ലായ്മ ഏകദേശം 29%. അതേസമയം വലിയ വിദ്യാഭ്യാസമില്ലാത്തവർക്കിടയിൽ അത് വെറും 3.4%. എന്തൊരു വിരോധാഭാസമാണിത്! എത്രയോ പണവും സമയവും കളഞ്ഞ് പഠിച്ചിറങ്ങുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ശരിക്കും ഒരു പ്രതിസന്ധിയിലാണിന്ന്. ഇനി രണ്ടാമത്തെ പ്രശ്നം, അത് AI ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. AI കാരണം വലിയ സിഇഒമാരുടെയൊന്നും ജോലി പോകുന്നില്ല. പക്ഷേ നമ്മുടെ കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കിട്ടേണ്ടിയിരുന്ന ആ ആദ്യത്തെ ജോലി, ആ എൻട്രി ലെവൽ ജോലികൾ, അതാണ് AI ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ജോലികളൊക്കെ നോക്കൂ. ബേസിക് കോഡിംഗ്, ഡേറ്റ എൻട്രി, കോൾ സെന്റർ ജോലികൾ. ഇതൊക്കെയായിരുന്നു ഒരു തുടക്കക്കാരന് എക്സ്പീരിയൻസ് കിട്ടാനുള്ള വഴികൾ. ഇപ്പോ AI വന്ന് ഇതെല്ലാം ഏറ്റെടുക്കുമ്പോൾ ഈ ചെറുപ്പക്കാരെവിടെ പോയി പണി പഠിക്കും? ഇതൊരു വലിയ ഗ്യാപ്പാണുണ്ടാക്കുന്നത്. മൂന്നാമത്തെ സമ്മർദ്ദം, അതിനെ നമ്മൾ കെ-ഷേപ്പ് റിക്കവറി എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു കെ എന്ന അക്ഷരം പോലെ ഒരു വര മുകളിലേക്ക് പോകുന്നു, അതായത് പണക്കാർ കൂടുതൽ കൂടുതൽ പണക്കാരാകുന്നു. മറ്റേ വര താഴോട്ടു പോകുന്നു, അതായത് സാധാരണക്കാർ അവിടെ തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ താഴോട്ടു പോവുകയോ ചെയ്യുന്നു. ഇതാണ് അവസ്ഥ. ഈ ചാർട്ട് കണ്ടാൽ നമുക്ക് കാര്യം പിടികിട്ടും. രാജ്യത്തിന്റെ മൊത്തം സമ്പത്തിന്റെ 40% വെറും 1% ആളുകളുടെ കയ്യിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതേസമയം നമ്മുടെയൊക്കെ ശമ്പളം അത്രയൊന്നും കൂടുന്നില്ല. പക്ഷേ സാധനങ്ങളുടെ വിലയോ അത് റോക്കറ്റ് പോലെ മുകളിലോട്ടാണ് പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മാസം 1 ലക്ഷം രൂപ വരുമാനമുണ്ടായിട്ടും ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ് തോന്നുന്നത്. മുംബൈയിലുള്ളൊരു കുടുംബം പറഞ്ഞതാണിത്. വീട്ടുവാടക, ലോണ്, കുട്ടികളുടെ ഫീസ് ഇതെല്ലാം കഴിയുമ്പോഴേക്കും കയ്യിൽ ഒന്നുമുണ്ടാകില്ല. 1 ലക്ഷം വാങ്ങുന്നവരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായ നമ്മളൊക്കെ എന്തു ചെയ്യും? ഇനി നാലാമത്തെ കാര്യം, ഇത് നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ചാണ്. ഒരു കാലത്ത് നമുക്ക് സൗജന്യമായി കിട്ടിയിരുന്ന കാര്യങ്ങളില്ലേ? നല്ല വായു, നല്ല വെള്ളം. ഇന്നതിനൊക്കെ നമ്മൾ പണം കൊടുക്കേണ്ടി വരുന്നു. ശരിയല്ലേ? ഈ കണക്കുകൾ നോക്കിയാൽ മതി. ഡൽഹിയിലെയൊക്കെ വായു ശ്വസിക്കുന്നത് തന്നെ അപകടമാണ്. വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ലോകത്തേറ്റവും പുറകിലാണ്. ഇത് നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല, പോക്കറ്റിനെയും കാലിയാക്കുന്നുണ്ട്. വീട്ടിലെ എയർ പ്യൂരിഫയർ, കുടിക്കാൻ കുപ്പിവെള്ളം, ഇതൊന്നും ഇന്നൊരു ലക്ഷ്വറിയല്ല, ജീവിക്കാൻ വേണ്ട അത്യാവശ്യമായി മാറിയിരിക്കുന്നു. അഞ്ചാമത്തേതും അവസാനത്തേതുമായ സമ്മർദ്ദം, അത് നമ്മുടെ മനസ്സിനാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഈ സാമ്പത്തിക പ്രശ്നങ്ങളും ജോലിയിലെ ടെൻഷനും എപ്പോ വേണമെങ്കിലും പോകാവുന്ന ഈ ഗിഗ് ജോലികളും പോരാത്തതിന് സോഷ്യൽ മീഡിയയിലെ സമ്മർദ്ദവും ഇതെല്ലാം കൂടി ഇന്നത്തെ തലമുറയെ ശരിക്കും മാനസികമായി തളർത്തുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം മനസ്സ് തളർന്ന ഒരു തലമുറയ്ക്ക് എങ്ങനെയാണ് നല്ലൊരു ഭാവിയുണ്ടാക്കാൻ കഴിയുക? എപ്പോഴും ടെൻഷനും പേടിയുമായി ജീവിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം എവിടെ നിന്ന് കിട്ടും? ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാവിയെ മാത്രമല്ല, രാജ്യത്തിന്റെ ഭാവിയെ തന്നെയാണ് ബാധിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കേട്ടിട്ട് ആകെ നിരാശ തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷേ ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. എല്ലാ പ്രശ്നങ്ങളുടെ ഉള്ളിലും ഒരു പരിഹാരമുണ്ട്. അപ്പൊ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പ്രശ്നങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ഇതിൽ നിന്നൊക്കെ പുറത്തു വരാനുള്ള വഴികളെക്കുറിച്ചാണ്, പ്രതീക്ഷയെക്കുറിച്ചാണ്. ഈ ഒരു ചിന്ത മനസ്സിൽ വെക്കണം. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യരുടെ തീരുമാനങ്ങളാണെങ്കിൽ അത് പരിഹരിക്കാനും മനുഷ്യരുടെ തീരുമാനങ്ങൾക്ക് കഴിയും. നമ്മുടെയൊന്നും അവസ്ഥ ഒരു വിധിയല്ല,
അത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഫലമാണ്. അപ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുത്താൽ ഈ അവസ്ഥ മാറ്റാനും നമുക്ക് പറ്റും. അപ്പോ എന്താണ് ആ വഴി? ഒരുപാട് വഴികളുണ്ടാകാം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായി പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയെന്ന് പറയുന്നത് രണ്ടാമതൊരു വരുമാനമാർഗം കൂടി ഉണ്ടാക്കുക എന്നതാണ്. ഒന്നിനെ മാത്രം ആശ്രയിക്കാതിരിക്കുക. വിഖ്യാതനായ വാറൻ ബഫറ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഉറങ്ങുമ്പോഴും പണം വരാനുള്ളൊരു വഴി നിങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ മരണം വരെ നിങ്ങൾ പണിയെടുക്കേണ്ടി വരും. ഇത് പറയുന്നത് പാസീവ് ഇൻകത്തെക്കുറിച്ചാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് വരുമാനം തരുന്ന ഒരു സംവിധാനം. ഒരൊറ്റ വരുമാനത്തിൽ തൂങ്ങി നിൽക്കുന്നത് എത്ര വലിയ അപകടമാണെന്ന് ഇതിൽ കൂടുതൽ വ്യക്തമാക്കാനില്ല. അപ്പോ എന്താണ് ഈ ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും തമ്മിലുള്ള വ്യത്യാസം? സിമ്പിളാണ്. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശമ്പളം പോലെ. നമ്മൾ പണിയെടുത്താൽ കാശ് കിട്ടും, പണി നിർത്തിയാൽ കാശും നിൽക്കും. പക്ഷെ പാസീവ് ഇൻകം അങ്ങനെയല്ല. നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിലും വെക്കേഷന് പോവുകയാണെങ്കിലും ആ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി പണമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതൊന്നും വെറും തിയറിയല്ല. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വിജയിച്ച ചില ആളുകളുണ്ട്. അവരുടെ അനുഭവങ്ങൾ കേൾക്കുന്നത് ചിലപ്പോൾ നമുക്കൊരു പ്രചോദനമാകും. അരുണിന്റെ കഥ തന്നെ എടുക്കാം. 42 വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്നു. നല്ല ജോലി, നല്ല ശമ്പളം. പെട്ടെന്നൊരു ദിവസം ആ ജോലി പോയി. കയ്യിൽ വേറെ ഒരു വരുമാനവുമില്ല. ആ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ഒരു കാര്യം പഠിച്ചത്. ഒരൊറ്റ വരുമാന സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കരുത്. ഇന്ന് അദ്ദേഹം ആ പാഠം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്നു. അല്ലെങ്കിൽ മീരയുടെ കാര്യം നോക്കൂ. ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. അവർ വെൽനെസ് ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിക്കൊടുത്തു. അതിലൂടെ അവർ സ്വന്തമായി ഒരു വരുമാനമുണ്ടാക്കിയെടുത്തു. അതിന്റെ ഏറ്റവും വലിയ ഗുണമെന്താണെന്നറിയുമോ? ഇന്നവർ കുടുംബത്തിന്റെ കൂടെ വെക്കേഷൻ ആഘോഷിക്കാൻ പോകുമ്പോഴും അവരുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും വരുമാനം വന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് പാസീവ് ഇൻകത്തിന്റെ ശക്തി. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ഒരു മാറ്റം വേണം, സ്വന്തമായി ഒരു സാമ്പത്തിക സുരക്ഷ വേണമെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ, ഒരു പുതിയ ചുവടുവെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിനുള്ള വഴികൾ തീർച്ചയായുമുണ്ട്. കൂടുതൽ അറിയാനും പഠിക്കാനും താൽപ്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഒന്നോർക്കുക, നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. അത് മാറ്റാനുള്ള തീരുമാനവും നമ്മുടേതു മാത്രമാണ്.